തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇപ്പോൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ അവസാനഘട്ട വോട്ടുറപ്പിക്കാനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമ്മൾ വരാനുള്ള കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ BJP ഭരിക്കുന്ന ഏക പഞ്ചായത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ്. അതിൻ്റെ ദയനീയ അവസ്ഥ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം പരിശോധിച്ചാൽ തന്നെ അറിയാം. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന റോഡുകളുടെ വികസനം ഒന്നുമല്ല, സഞ്ചാരയോഗ്യമല്ല. ഇവിടെ കൂടി നടന്നുപോലും ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വാഹനങ്ങൾ അത്യാവശ്യ കാര്യത്തിന് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി വാഹനങ്ങൾ പിടിച്ചാൽ പോലും വരില്ല. ആംബുലൻസ് പോലും വരാത്ത പ്രദേശങ്ങൾ ഈ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. വലിയ വികസന മുരടിപ്പാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിനുള്ളത്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മൈലക്കര വാർഡിലെ സ്ഥാനാർത്ഥിയും കാളിപാറ വാർഡിലെ സ്ഥാനാർത്ഥിയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഈ പഞ്ചായത്തിലെ ദുരിതം അവർ തന്നെ നേരിട്ട് കൈരളി ന്യൂസിനോട് പങ്കുവയ്ക്കും. വിനോദ് മൈലക്കര വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വിനോദിനെക്കുറിച്ച് പേഴ്സണലായി കൂടി ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് നല്ലതാണ്. കാരണം തലസ്ഥാന ജില്ലയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് SFI കാലത്തുള്ളവർക്കും DYFI കാലത്തുള്ളവർക്കും ഒക്കെ തന്നെ അറിയാവുന്നുള്ളൊരു നേതാവാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ യൂണിയൻ ഭാരവാഹിയായിരുന്നു, മേഗസ്നേറ്ററായിരുന്നു, കൗൺസിലറായിരുന്നു, SFIയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു, ഏരിയ ഭാരവാഹിയായിരുന്നു, യൂണിറ്റ് സെക്രട്ടറി രംഗത്ത് നിന്ന് തുടങ്ങി SFI ഭാരവാഹിത്വത്തിൽ നിന്ന് DYFIയുടെ ഭാരവാഹിയായി അറിയപ്പെടുന്ന പ്രാസംഗികനാണ്. മുൻപ് ഇതേ പഞ്ചായത്തിലെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. വിനോദ് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്, ഈ പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുരടിപ്പിൻ്റെ 5 വർഷങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളോട് 400 വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർ പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവന്ന് കള്ളിക്കാട് പഞ്ചായത്തിനെ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിന് അവസരമൊരുക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് അവർ നിസ്സാരമായ പല വോട്ടുകൾക്കും പല വാർഡുകളിലും ജയിച്ച് ഈ പഞ്ചായത്തിൻ്റെ അധികാരത്തിലേക്ക് അവർ വന്നത്. പക്ഷെ 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തിലെ സ്ഥാപനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയും പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമല്ലാതാവുക എന്ന സ്ഥിതിയും തെരുവിളക്കുകൾ പോലും കത്തിക്കാതെ കൂരിരുട്ടാകുന്ന സ്ഥിതിയും തെരുവു പട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള സംഭവ വികാസങ്ങളടക്കം ഈ പഞ്ചായത്ത് വികസന മുരടിപ്പിൻ്റെ ഏറ്റവും വലിയ ദുരന്തഫലം 5 വർഷത്തിന് ശേഷം ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ തന്നെ വികസന നേട്ടങ്ങളായി പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി കുറച്ചാളുകൾക്ക് വീട് ലഭിച്ചു എന്നത് പഞ്ചായത്തിൻ്റെ നേട്ടമായി അവർ കൊട്ടിഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ജൽജീവൻ പദ്ധതി 40% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതവും 35% സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും 15% ഗ്രാമപഞ്ചായത്തും 10% ഗുണഭോക്തൃ വിഹിതവും ഇട്ട് നടത്തുന്ന ജൽജീവൻ പദ്ധതിക്ക് 1,35,00,000 രൂപയുടെ അടങ്കൽ അംഗീകരിച്ച് തുടക്കം കുറിച്ചത് ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ആ പദ്ധതി തുടർന്ന് നടപ്പിലാക്കിയത് പോലും അശാസ്ത്രീയമാണ്. ഈ പഞ്ചായത്തിലെ ഉയരമുള്ള പ്രദേശങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ ആഴ്ചയിൽ 1 ദിവസം മാത്രം കുടിവെള്ളം കിട്ടുന്ന ഒരു പഞ്ചായത്താണ് കള്ളിക്കാട്. നെയ്യാർ ജലാശയത്തിൻ്റെ തീരത്താണ് ഈ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ നമ്മുടെ കാളിപാറ കുടിവെള്ള പദ്ധതിയുടെ ഓരത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഈ കാളിപാറ കുടിവെള്ള പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് പോലും അശാസ്ത്രീയമായി ആ ജൽജീവൻ മിഷൻ്റെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചതിൻ്റെ ഫലമായി ആഴ്ചയിൽ 1 ദിവസം മാത്രം വെള്ളം ലഭിക്കുന്ന അവസ്ഥ പോലും ഈ പഞ്ചായത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം, തെരുവിളക്കുകൾ കത്താത്ത അവസ്ഥ, തെരുവ് നായ്ക്കളുടെ ശല്യം, അതോടൊപ്പം പബ്ലിക് മാർക്കറ്റ് ഉൾപ്പെടെ സാംസ്കാരിക നിലയം ഉൾപ്പെടെ നിലവിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം ഇന്ന് തകർന്ന് തരിപ്പണമായി അവിടെ കിടക്കുന്ന സ്ഥാപനങ്ങൾ പലതും മറ്റ് വീടുകളിലേക്ക് വാടക വീടെടുത്ത് മാറ്റേണ്ട അവസ്ഥ. ഇപ്പോൾ ശിശുമന്ദിരം ടൗൺ ഹാളിലേക്ക് മാറ്റേണ്ടി വന്നു. MLA നിർമ്മിച്ചു നൽകിയ ടൗൺ ഹാളിൽ ശിശുമന്ദിരം പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. 11 പരിപാടിയിൽ ഉൾപ്പെടുത്തി ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സ്ഥാപിച്ച സാംസ്കാരിക നിലയം തകർന്ന് ലൈബ്രറിയെ കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിനകത്തിട്ടിരിക്കുന്നു. അവിടെ പ്രവർത്തിച്ചിരുന്ന ഹോമിയോ ഡിസ്പെൻസറി ഒരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ പ്രവർത്തിച്ചിരുന്ന ഹെൽത്ത് സെൻറ്റർ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെ എടുത്തു കാണിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ പഞ്ചായത്തിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ കിട്ടിയ അധികാരത്തെ ഉപയോഗിച്ച് തെറ്റായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത്. ഇപ്പോൾ മൃഗാശുപത്രി കെട്ടിടത്തിനകത്ത്, മൃഗാശുപത്രി കാമ്പൗണ്ടിനകത്ത് കുടുംബക്ഷേമ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കാൻ തയ്യാറായ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ്. നമുക്കറിയാം,
കുടുംബക്ഷേമ കേന്ദ്രമെന്ന് പറയുന്നത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കൗമാരപ്രായക്കാരായ കുട്ടികളുമൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അവിടെ കെട്ടിടം പണിയാൻ സ്ഥലമില്ലെന്നുള്ള കാരണം പറഞ്ഞ് മൃഗാശുപത്രി കാമ്പൗണ്ട് അതിക്രമിച്ചു കയറി അവിടെ കെട്ടിടം നിർമ്മിച്ച് ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ആ നിർമ്മാണ പ്രവൃത്തികൾക്ക് സ്റ്റേ നൽകിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഇവർ ആകപ്പാടെ കൊട്ടിഘോഷിക്കപ്പെടുന്നത് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നെയ്യാർ ഡാമിലേക്ക് വരുന്നു. ആ നെയ്യാർ ഡാമിലേക്ക് വരുന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം. സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അതിന് ആ സ്ഥലം ജയിൽ വകുപ്പിൻ്റെ സ്ഥലം കൈമാറാനുള്ള അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി അനുകൂല വിധി ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒന്നും പറയാനില്ലാത്ത ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയ്ക്ക് കള്ളിക്കാട് പഞ്ചായത്തിലെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവർ പറയുന്നത് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വന്നാൽ അവിടെ കള്ളിക്കാട് പഞ്ചായത്തിലെ 100-150 കുടുംബങ്ങൾക്ക് മിസൈൽ നിർമ്മാണത്തിന് ജോലി ചെയ്യാൻ തൊഴിൽ ലഭിക്കുമെന്ന് പോലും വീടുകളിലും തൊഴിലിടങ്ങളിലും തൊഴിലുറപ്പ് സ്ഥലങ്ങളിലും പോയി വ്യാജ പ്രചരണം നടത്തുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഈ പഞ്ചായത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. സമഗ്രമായി വിനോദ് തന്നെ പറഞ്ഞു. മൈലക്കര വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വിനോദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് അടുത്തുള്ള ആളെന്ന് പറയുന്നത് രതീഷ് കാളിപ്പാറ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹവും ഇവിടുത്തെ ജനകീയനായ ഒരാളാണ്. ഈ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ വികസന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ക്ഷേമ പദ്ധതികളാണ്. ഒന്ന് സർക്കാർ നൽകിയ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും തുടർച്ച. അതിൽ ആദ്യം ഇപ്പോൾ നമ്മൾ 600-ൽ നിന്ന് 1600 അതിനുശേഷം 1600-ൻ്റെ കുടിശ്ശിക അടക്കം പൂർത്തീകരിച്ചു. ഇപ്പോൾ 2000 ആക്കി. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ പല ജനങ്ങളുടെയും കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടമ്മമാരുടെയൊക്കെ ഒരു റെസ്പോൺസ് രതീഷിനോട് എങ്ങനെയാണ്? കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു വാർഡാണ്. അടിസ്ഥാനപരമായി ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല. ഇവിടെ ഈ കണ്ടതുപോലെ ഈ റോഡുകൾ ഇതേപോലെ ഒത്തിരി റോഡുകൾ ഈ ഇതിനകത്തുണ്ട്. അതെല്ലാം ഈ വീട്ടമ്മമാർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും തിരിച്ച് ചിന്തിക്കുമെന്ന് ഉറപ്പാണ്. ആ കള്ളിക്കാട് പഞ്ചായത്തിലെ വലിയ വികസന വെടിപ്പാണ്. ഒപ്പം തന്നെ വിനോദ് തുടക്കത്തിൽ പറഞ്ഞു നെയ്യാർ ഡാമിനെക്കുറിച്ച് അദ്ദേഹം ജലദൗർബല്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്കിലും നെയ്യാർ ഡാം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ വിനോദസഞ്ചാര ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഒപ്പം തന്നെ പഞ്ചായത്തും MLAയും സർക്കാരും സഹകരിച്ച് നടപ്പിലാക്കേണ്ട നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കേണ്ട ഒരു മേഖല കൂടിയാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. അവിടെ വികസന കാര്യത്തിൽ വലിയ ഇതിലെ മുരടിപ്പ്, പഞ്ചായത്തിൻ്റെ സഹകരണം ഉണ്ടാകുന്നില്ല. വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിൽ തന്നെ രാഷ്ട്രീയം നോക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള അധികാര ദുർവിനിയോഗവും ഒപ്പം തന്നെ ഇത്തരം വികസന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള മുതൽക്കൂട്ടാകാൻ ഈ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ BJPക്കായിട്ടില്ല. ആ BJPക്കായിട്ടില്ല എന്ന ഉദാഹരണം നമ്മൾ പങ്കുവെക്കാനുള്ള കാരണം ഈ BJPക്ക് അവസരം കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം ഇതേ അവസ്ഥയാണ് നമ്മൾ നഗരസഭയിൽ കണ്ടതാണ്. അതുകൊണ്ട് അവരുടെ വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ്. നമ്മൾ കള്ളിക്കാട് ഈ വാർഡിലെ ഒരു റോഡ് മാത്രമല്ല, വ്ളാവട്ടിയിലും തൊട്ടടുത്തുള്ള പല പ്രദേശങ്ങളിലും സമാനമായ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. നടന്നു പോകാൻ കഴിയില്ല. മെറ്റൽ മുഴുവൻ ഇളകിക്കിടക്കുകയാണ്. ഈ കോൺക്രീറ്റ്, സൈഡിൽ കാണുന്ന കോൺക്രീറ്റ് ഇവിടുത്തെ ജനങ്ങൾ പണം പിരിച്ച് പോകാൻ കഴിയാത്ത, സഞ്ചാരയോഗ്യമല്ലാത്ത കാരണം കൊണ്ട് ജനങ്ങൾ പണം പിരിച്ച് ചെയ്തതാണ് സൈഡിൽ കാണുന്ന കോൺക്രീറ്റ്. വാഹനങ്ങൾ ഇങ്ങോട്ട് വരില്ല. അത്യാവശ്യം ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ പകൽ സമയത്ത് പോലും വാഹനം വിളിച്ചാൽ ഓട്ടോയോ മറ്റ് ആംബുലൻസ് പോലും വരാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് കള്ളിക്കാടിലൊരു മാറ്റമുണ്ടാകും. വലിയ തരത്തിൽ LDFൻ്റെ പ്രവർത്തകർ, LDFൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് തന്നെയാണ് LDFൻ്റെ 2 സ്ഥാനാർത്ഥികൾ ഒപ്പം തന്നെ വനിതാ പ്രവർത്തകരടക്കം കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.